ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു JNJ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു മാല, അതേപോലെ വളയും ഹെയർ ബോയും ചെയ്യുന്ന ഒരു സെറ്റായിട്ടാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗോൾഡിൻ്റെ റൗണ്ട്, അതേപോലെ 8mm 6mm ബീഡ്സുകളും, പിന്നെ മാലയ്ക്ക് വേണ്ടിയ പിരി. അപ്പോൾ ഇത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ ആദ്യം തന്നെ 6mm ബീഡ്സാണ് ഇടുന്നത്, എൻഡ് ഭാഗത്ത് കഴുത്തിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ. അതിൽ 2 ബീഡ്സ്, അത് കഴിഞ്ഞ് പിന്നെ റൗണ്ട് ഗോൾഡിൻ്റെ 2 ബീഡ്സ്, റൗണ്ട് ഗോൾഡിൻ്റെ, അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 10 എണ്ണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് 8mm ബീഡ്സ് 2 എണ്ണം ഇട്ടിട്ട് റൗണ്ട് സ്റ്റോൺസ് വരുന്ന അതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 3 എണ്ണം, അതേപോലെ തന്നെ 2 എണ്ണം, അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. നടുക്ക് മാത്രമാണ് 3 8mm ബീഡ്സ് വരുന്നത്. പിന്നെ 2 സൈഡിലും 2 8mm ബീഡ്സാണ് വരുന്നത്. ടോട്ടലി 7 ബീഡ്സാണ് വരുന്നത് മാലയ്ക്ക് മാത്രം. ഇതിപ്പോൾ വലിയ പിള്ളേർക്കാണെങ്കിൽ നിങ്ങൾക്ക് 6mm ബീഡ്സ് കുറച്ചും കൂടെ നീളത്തിൽ കൂട്ടാം. ഇതിപ്പം നമുക്കൊരു 3 വയസ്സ് 4 വയസ്സുള്ള പിള്ളേർക്ക് വേണ്ടിയുള്ള ഒരു മാലയായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഒരു 10 സെറ്റാണ് ചെയ്തേക്കുന്നത്, ഒരു സൈഡിലെ 2 എണ്ണം വീതം വരുന്നത്. അത് കഴിഞ്ഞ് ക്രിംബീഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ആദ്യം ക്രിംബീഡ് ഇടും, അത് കഴിഞ്ഞിട്ട് മാലയുടെ പിരി ഇടും. ഇതിൽ ഞാൻ ചെറിയ ക്രിംബീഡ് യൂസ് ചെയ്യുന്നത് ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു സിൽവർ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചെറിയ ക്രിംബീഡ് ഗോൾഡിൻ്റെ ആണ് ഇടുന്നത്. ഒരു സൈഡിൽ ക്രിംബീഡ് ഒരെണ്ണം മതി, അത് സാധാ പോലെ നമ്മൾ ലോക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ 2 ക്രിംബീഡ് ഇടുന്നുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ലോക്ക് ചെയ്യാൻ എളുപ്പത്തിന്. അത് കഴിഞ്ഞ് പിരി കയറ്റിയിട്ട് പിരിയുടെ ഇപ്പുറത്തിതാ ഞാൻ ഒരെണ്ണം ആദ്യം ലോക്ക് ചെയ്യുന്നുണ്ട്. അവിടെ 2 എണ്ണം ഉണ്ട്, പക്ഷെ ഒരെണ്ണം ലോക്ക് ചെയ്തു. അപ്പോൾ ബീഡ്സ് ഇളകി പോരത്തില്ല മുന്നോട്ട്, നമുക്ക് എവിടെ വേണേലും പിടിച്ചിട്ട് ഇടാം. പിന്നെ ഞാൻ ഈ പിരിയുടെ ഒരു ക്രിംബീഡ് നിങ്ങൾക്ക് കാണാവില്ല, അതിൻ്റെ ഉള്ളിൽ വട്ടം കളിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ കോർത്തിട്ട് ഞാൻ വലിക്കുമ്പോൾ ലോക്കായി കിടക്കാൻ വേണ്ടിയാണ്. അതല്ല ഷുഗർ ബീഡ്സ് വേണേൽ നിങ്ങൾക്ക് അവിടെ ഇടാം. ഇതേപോലെ ഇടുക. ഉള്ളിൽ പിരി ഒരു പ്രാവശ്യമേ പിരിയുടെ ക്രിംബീഡിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ടുള്ളൂ. ഇത് വലിക്കുമ്പോൾ ക്രിംബീഡ് അവിടെ ലോക്കായി കിടക്കും, പുറത്തേക്ക് ചാടി വരത്തില്ല ഉള്ളിൽ കൂടെ. ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിംബീഡിൻ്റെ വേറെ ക്രിംബീഡ് പ്രസ് ചെയ്യാത്ത ക്രിംബീഡിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് 2-3 ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. എന്നിട്ട് നമുക്ക് ക്രിംബീഡ് ലോക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെയാണ്. അപ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിലിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ക്രിംബീഡ് എന്ന് പറഞ്ഞ്. അപ്പോൾ അത് നിങ്ങൾക്ക് കയറി കണ്ടാൽ നന്നായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ മനസ്സിലാവാത്ത ആൾക്കാർക്ക്. ഇതേപോലെയാണ് മാലയുടെ സെറ്റ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. 2 6mm, പിന്നെ റൗണ്ട് ഗോൾഡിൻ്റെ വരും. അടിയിൽ മാത്രം ഗോൾഡിൻ്റെ സ്റ്റോൺ വരുന്ന ഒരു ബീഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വളയിൽ ഇതേപോലെ ഗോൾഡിൻ്റെ ഇത് കയറും. അതുകൊണ്ട് തന്നെ 8mm ബീഡ്സ് ഇട്ടിട്ട് ഗോൾഡിൻ്റെ ഒന്നെങ്കിൽ ചങ്കിരി ഇടാം, അതല്ല എങ്കിൽ ഇതേപോലെ ഗോൾഡൻ ബീഡായിട്ട് ഇടാം. നിങ്ങൾക്ക് ഏത് വേണേലും സൂട്ടബിളായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ 2 8mm ബീഡ്സാണ് യൂസ് ചെയ്തേക്കുന്നത് എൻഡിൽ. അതേപോലെ 3 എണ്ണം നടുക്കും യൂസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഇതിൽ വരുമ്പോൾ 5ഉം മറ്റേ മാലയ്ക്ക് 7ഉമാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഇതാണ് മാലയും അതേപോലെ തന്നെ വളയും. ഇത് നമുക്ക് വേണമെങ്കിൽ ഇനി ഹെയർ ബോയും കൂടി ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ബീഡ്സ് ഉപയോഗിച്ച് അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, പെട്ടെന്ന് പോകുന്നത് കൊണ്ടാണ് ഞാൻ ക്ലിപ്പ് ഉണ്ടാക്കാതെ ഹെയർ ബോയും മാലയും അതേപോലെ വളയും ഉണ്ടാക്കിയത്. ഇത് നമുക്ക് ഓണത്തിനൊക്കെ കൂടുതലും യൂസ്ഫുള്ളായിരിക്കും, കാരണം ഗോൾഡൻ ടച്ച് വരുന്നത് കൊണ്ട് നമുക്കതൊരു നല്ല എലഗൻറ്റ് ലുക്കായിട്ട് തോന്നും. അതേപോലെ നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെ, ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും വൈറ്റ് കോമ്പിനേഷൻ പോകുന്നത് കൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്, നല്ല ലുക്കിൽ വരുന്നത് കൊണ്ടാണ്. സെയിം ഞാൻ ഇതിലും ഹെയർ ബോയിലും ഇതേപോലെ 2 ബീഡ് വൈറ്റ് കഴിഞ്ഞിട്ട് ഗോൾഡൻ്റെ സ്റ്റോൺ കൊടുക്കുന്നുണ്ട്. ഇത് സ്റ്റോൺ ആയിട്ടല്ല, പ്ലെയിൻ റൗണ്ടാണ് ഗോൾഡൻ കളറിൽ വരുന്നത്. ഇതിൻ്റെ വൈറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾക്ക് കാറ്റലോഗിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ 8mm അടുത്ത് ഗോൾഡൻ്റെ സ്റ്റോൺ വരുന്നതാണ് വെക്കുന്നത്. അപ്പം നമുക്കിത് സെൻറ്റർ പോർഷനിൽ ഇതേപോലെ കൊടുത്തു, ബാക്കി ഇത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. നടുക്ക് മാത്രം റായുടെയും മാലയുടെ ഇതേ സെയിം ഡിസൈനാണ് വരുന്നത്. 3 എണ്ണം വീതം വരുന്നത് നിങ്ങൾക്ക് കാണാം ക്ലിയർ ആയിട്ട്. ഇത്രേ ഉള്ളൂ. അപ്പോൾ നല്ല ലുക്കില്ല, ഫൈനൽ ലുക്ക് വരുമ്പോൾ നല്ല ഭംഗിയില്ല കാണാൻ. എല്ലാം കൂടെ സെറ്റായിട്ട് വരുമ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.